കുന്നംകുളത്തെ ദൈവം വീണ്ടും വീണ്ടും ശിക്ഷിക്കുകയാണോ? ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത്. ചിർലയം സ്കൂളിനടുത്ത് ഒരു പുതിയ വീട് കാലവർഷക്കെടുതിയിൽപ്പെട്ടതാണ്. ഇതിൻ്റെ ദൃശ്യങ്ങൾ വളരെയധികം വിഷമത്തോടെയാണ് നിബ്ബ് റിലേ ചെയ്യുന്നത്. ഇത് പുതിയതായിട്ട് പണിയതാണോ വീട്? പുതിയതായിട്ട് പണിതിട്ടുള്ള വീട്. അത് ശരി, വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി. കുന്നംകുളത്തെ ദൈവം വീണ്ടും വീണ്ടും ശിക്ഷിക്കുകയാണോ? ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത്. ചിർലയം സ്കൂളിനടുത്ത് ഒരു പുതിയ വീട് കാലവർഷക്കെടുതിയിൽപ്പെട്ടതാണ്. എല്ലാം പണിത് വിൽക്കാനാ തോന്നുന്നു. അതൊക്കെ പൊളിഞ്ഞ പോകുന്നില്ല.
ആളുകൾ ഇവിടെ ഒരു നിറയെ ആളുകളാണ് വരണവരും പോണവരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ഒരുപാട് കാലത്ത് 6 മണിക്ക് തുടങ്ങിയതാണ്. വാർഡ് ഓഫീസായത് സബു എന്ന് പറഞ്ഞ ആൾ വാങ്ങിയതാണ് പറയണത്. നമുക്കത് ശരിക്കറിയില്ല. വാങ്ങി വെക്കണ ഒരു പാർട്ടിയുടെയാണ്. ഈ വീട് പണിയുക വിൽക്കുക, വീട് പണിയുക വിൽക്കുക, അങ്ങനെയുള്ള ഒരാളുടെയാണ്. അതാ കക്കാട ഭാഗത്തേക്ക് വീട്. ഇത് പുലർച്ചെ 3 മണിക്കാണ് ഇപ്പോൾ ഇത് ഉണ്ടായത്. ഞാൻ എണീച്ചത് 2:45 ശബ്ദം കേട്ടാണ് എണീച്ച. നോക്കി കുറച്ച് കഴിയുമ്പോഴേക്കും വീണു. ഇവിടെ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല, പൊടി വെള്ളമായിട്ട്. പിന്നെ നാട്ടുകാരൊക്കെ വിളിച്ച് വന്ന് നോക്കിയപ്പോഴാണ് ഇത് വീണ് നടക്കണത്. പുതിയ വീട് പണിതുകൊണ്ടിരിക്കുകയാണോ? ആ, വീട് പണിത് ഇപ്പോൾ തേപ്പ് തുടങ്ങിയിട്ട് ഒരു 1.5 മാസമായിട്ട്. ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, 1 മാസം ഉണ്ടായിരുന്നില്ല. വന്ന് നോക്കുമ്പോൾ തേപ്പ് ഇല്ല. ഈ ഫ്രണ്ടും ബാക്കൊക്കെ അവർ തേച്ചുണ്ടായിരുന്നു. തേപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു 1.5 മാസമായിട്ട് ഇപ്പോൾ പണിയെടുക്കുന്നില്ല. അതിലടിക്കാണ് ഇപ്പം നല്ലത് ഉണ്ടായത്. എന്താണ് അപ്പം മഴയോ കാറ്റൊന്നുമില്ല. പണിയിൽ വന്ന മിസ്റ്റേക്ക് ആണോ? ആയിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ വീഴാൻ സാധ്യതയില്ലല്ലോ. അവിടെ വേറെ കിണറോ അല്ലെങ്കിൽ കല്ലിട്ട് മടിയൊന്നുമല്ല. കിണറുള്ളത് 2 കിണർ ഫ്രണ്ടിലാണ്. പറയിരുന്നോന്ന് അറിയില്ല, മൊത്തം പോകുന്ന 50 49 പറഞ്ഞേ. എന്നുവെച്ചപ്പോൾ അത് അയാൾ ഒരു 1.5-2 ലക്ഷം റുപ്യ ചിലവ് ചെയ്തിട്ടാണ് പണിതിക്കണം. എന്നിട്ട് ആ പണി നിർത്തിയതപ്പോൾ ഞങ്ങൾ ഡൽഹി പോയിട്ട് വന്നപ്പോൾ പണി നിർത്തിക്കണം. അന്ന് ഞാൻ പരാതി കൊടുത്തതാണ്, ഇത് ശരിയല്ല. എൻ്റെ ചെമ്മരിൻ്റെ മുകളിലൊക്കെ അന്ന് തേപ്പുണ്ടായിരുന്നേ. കൊടുത്തതാണ്. പക്ഷേ ഒന്നും നടപടിക്കുണ്ടായില്ല. മുനിസിപ്പാലിറ്റിയിൽ ഞാൻ പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പോകണമല്ലോ. ഇനിയിപ്പോൾ വക്കീൽ വരട്ടെ. എന്നിട്ട് വക്കീൽ പ്രസാദ് ഇനി അല്ല ആളോട്